സീരിയൽ ലൈഫ് വേഴ്സസ് റിയൽ ലൈഫ് ആയാലോ പാർട്ട് 2. ആദ്യം അമ്മായിയമ്മയും മരുമോളും ആയിട്ടുള്ള കുറച്ച് റിയൽ ലൈഫിലെ കാഴ്ചകൾ. ആ മോളെ, കളി നോക്കിയത് മതി, ഒരു കാര്യം ചെയ്യും. അവിടെ മഴ ചാർന്നുണ്ട് തോന്നുന്നു. പെട്ടെന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വന്നേ. പെട്ടെന്ന് ചെല്ല്. ഞാനിപ്പിട്ട് വെച്ച് പോയപ്പോ ഇതൊക്കെ പാകായിരുന്നല്ലോ. അതിനകത്താരെ വീണ്ടും ഉപ്പ് കൊണ്ടേ കമിഴ്ത്തിയേ. ഏതായാലും അവള് കേട്ടോ, ഞാൻ ചോദിക്കുന്നുണ്ട്. മോളെ, അവിടെ നിന്നേ. നീ കറിയിലോട്ട് ഉപ്പിട്ടായിരുന്നാ? ഉപ്പിട്ടാ? എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ ഉപ്പിട്ട് പാകാക്കി വെച്ചിട്ട് പോയതാണ്. നീ എന്തിനാ വീണ്ടും ഉപ്പിട്ടത്? ഇതാകെപ്പടെ കൊളാക്കി കളഞ്ഞല്ലോ. ഞാൻ നിന്റെ അടുത്ത കറി തിളയ്ക്കുമ്പോ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാനേ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ അത് അബദ്ധമായി പോയല്ലോ. നീ വീട്ടിൽ ഇതുപോലെയാണ്? അമ്മ എന്തെങ്കിലും പറയുമ്പോ ഇതേപോലെയാണോ ചെയ്യാ? അത് പിന്നെ അമ്മ, ഞാനാണങ്ങ വന്നപ്പോ കറി തിളയ്ക്കുമ്പോ ഓഫ് ചെയ്യാനാ പറഞ്ഞ. പക്ഷെ ഞാനാണെങ്കിൽ അവിടെ ഉപ്പും പാത്രം കണ്ടപ്പോ ഇനി ഉപ്പിട്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് കുറച്ച് ഉപ്പിട്ടതാ. ഞാനാണെങ്കിൽ ടേസ്റ്റ് നോക്കാനും മറന്നുപോയി. സോറി അമ്മ, ഇനി ഞാൻ ആവർത്തിക്കില്ല. എനിക്ക് മനസ്സിലാവും തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് വെക്കും. ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ശ്രദ്ധിക്കണ്ടേ മോളെ? അച്ഛൻ ഇവിടെ വേറെ ആർക്കും പ്രശ്നമില്ല. പക്ഷെ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ പറയും. എനിക്കാണ് വഴക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണേ. ഇനി കുഴപ്പമില്ല. ഇനിയെങ്കിലും കുറച്ചൊക്കെ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങളൊക്കെ കണ്ട് ചെയ്താൽ മതി. കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, അവിടെ ഉരുളൻകിഴങ്ങ് ഇരിപ്പുണ്ട്, അത് ചീവിയിലോട്ടിട്. അങ്ങനെയും കുറച്ച് ഉപ്പ് പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ. അല്ലെങ്കിൽ അച്ഛൻ വരെ വന്നാൽ എന്നെ കൊല്ലും. അതുകൊണ്ടാണേ. അല്ലാണ്ട് അമ്മ മോളെ വഴക്ക് പറയാനെന്ന് വെച്ചിട്ടൊന്നും പറഞ്ഞതല്ല. മോൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. മോള് പോയി അവിടെ ഇരുന്നു. ഇനി അമ്മായിയമ്മയും മരുമോളും ആയിട്ടുള്ള കുറച്ച് സീരിയൽ ലൈഫിലെ കാഴ്ചകളായാലോ? അമ്മയുടെ പുതിയ മരുമകൾ എന്തു പറയുന്നു? ബാംഗ്ലൂരിലാണെങ്കിലും ഇവിടെ നടക്കുന്നതെല്ലാം ഞാൻ കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. അവളെ ഈ വീട്ടിൽ നിന്നേക്കുമായി പുകച്ച് പുറത്തു ചാടിച്ച് ചന്ദ്രശേഖർ സാർ എൻ്റെ മകളെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പം സാധിക്കാൻ പറ്റുന്ന ഒന്നല്ല മോളെ. ഞാനൊരു ദിവസം അവൾക്ക് എലിവിഷം കലക്കിയ ചായ കൊടുക്കാൻ നോക്കി. അപ്പത്തേനും സുമേഷ് ആണെങ്കിൽ അവളെ വന്ന് രക്ഷിച്ചു അതിൽ നിന്ന്. എന്നിട്ട് അവൻ ഇന്നേ വരെ അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ധിക്കരിച്ചിട്ടില്ല. അന്ന് അവൻ എന്നെ ധിക്കരിച്ചു, എന്നെ കുറെ താഴ്ത്തി പറഞ്ഞു. അതുകൊണ്ട് അതത്ര എളുപ്പം നടക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് നീ വിചാരിക്കണ്ട. എന്നാലും സുമേഷ് ചേട്ടൻ എന്താണ് അമ്മ ഇങ്ങനെ? ചന്ദ്രശേഖർ സാർ എന്തുമാത്രം നമുക്ക് ഉപകാരം ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണാലോചന വന്നപ്പോൾ ചേട്ടനാണെങ്കിൽ ഗംഗേനെയും വിളിച്ചിട്ടിങ്ങ് വന്നു. എന്ത് യോഗ്യതയാണ് ആ ഗംഗയ്ക്ക് ഈ വീട്ടിൽ താമസിക്കാനുള്ളത്? അതുകൊണ്ട് അവളെ അധികകാലം നമ്മൾ ഇവിടെ വാഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അവൾ നമ്മുടെ തലയിൽ കയറി നിരങ്ങും. എനിക്കറിയാം അമ്മേ, അതത്ര എളുപ്പം സാധിക്കാവുന്ന ഒന്നല്ല. അതുകൊണ്ട് അമ്മേനെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഗംഗേനെ ഇവിടുന്ന് പുറത്താക്കണമെങ്കിൽ ആദ്യം സുമേഷ് ഏട്ടനെയും അവളെയും തമ്മിൽ തെറ്റിക്കണം. അതിനുള്ള വഴിയൊക്കെ എനിക്കുണ്ട്. അമ്മ കാത്തിരുന്ന് കണ്ടോ. അതെന്തു വഴിയാ മോളെ? അമ്മ ഒരു കാര്യം ചെയ്യും. അടുക്കളയിൽ ഇരിക്കുന്ന ഗംഗയുണ്ടാക്കിയ ചിക്കൻ കറി ഇങ്ങോട്ട് എടുത്തിട്ട് വാ. ഞാൻ കാണിച്ചു തരാം ബാക്കി. ഇന്നാ അതിങ്ങ് താ. എന്റെ പൊന്നുഞ്ഞി, നീ എന്തിനാ മുളക് പൊടി വാരിയിലോട്ട് ഇടുന്നേ? എന്തിനാ? പറ, കാര്യം പറ. എൻ്റെ അമ്മേ, ഞാനിപ്പോൾ ഈ മുളക് പൊടി കലർത്തിയത് എന്തിനാന്നല്ലേ അമ്മയുടെ ചോദ്യം? ഗംഗ സുമേഷ് ചേട്ടന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചതായിരിക്കും ഈ ചിക്കൻ കറി. ഉച്ചയ്ക്ക് ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ചേച്ചി എന്തായാലും ഇത് വിളമ്പി കൊടുക്കും. അപ്പോൾ ഈ എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അവളോട് ചേട്ടന് ദേഷ്യം വരും. അങ്ങനെ ഓരോ ദിവസം നമ്മൾ ഓരോന്നായി ചെയ്തു കഴിഞ്ഞാൽ ചേട്ടൻ അവളോടുള്ള ദേഷ്യം കൂടി വരും. അങ്ങനെ ചേട്ടൻ തന്നെ പറയും എനിക്ക് മീരനെ മതിയെന്ന്. അങ്ങനെ നമുക്ക് മീര ചേച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാലോ. എടി ഭയങ്കരി, നീ എൻ്റെ മോള് തന്നെ. അമ്മ കണ്ടോ ഉച്ചയ്ക്ക് എന്താ നടക്കാൻ പോകുന്നേന്ന്? അമ്മേ, ചേട്ടൻ വന്നു തോന്നുന്നേ. അമ്മ ഒരു കാര്യം ചെയ്യും, അവിടെ തന്നെ ഇരിക്കും. ഞാനേ ഗംഗയുടെ അടുത്ത് പോയിട്ട് ചേട്ടൻ വന്നു ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പറയാം. അവളെ തന്നെ വിളമ്പി കൊടുക്കുമ്പോഴേ ചേട്ടൻ്റെ ദേഷ്യത്തിൻ്റെ എഫക്റ്റ് ഇച്ചിരി കൂടത്തുള്ളൂ. ഞാൻ എന്തായാലും പോട്ടെ. അമ്മ അവിടെ തന്നെ ഇരുന്നു. ഗംഗ ചേച്ചി,
ചേട്ടൻ വന്നു. ചേട്ടന് ഫുഡ് എടുത്ത് കൊടുക്കുന്നില്ലേ? ചേട്ടൻ വന്നോ? ഞാൻ പോയി ഫുഡ് എടുത്ത് കൊടുത്തിട്ട് വരാം. കൊണ്ട് കൊടുക്ക്. എന്നിട്ട് പോയി കിട്ടണത് മേടിച്ചിട്ട് വാ. സുമേഷേട്ടാ, ചിക്കൻ കറി. സുമേഷേട്ടാ, ഞാൻ സുമേഷേട്ടന് വേണ്ടി ഒരുപാട് ദൂരം ഓടി അപ്പുറത്തെ വീട്ടിലെ കിങ്ങിണി കോഴീനെ വെട്ടി നുറുക്കി ഉണ്ടാക്കിയ ചിക്കൻ കറിയാ. ഓടുന്ന വഴിക്കൊരു കല്ലിൽ തട്ടി ഞാൻ എൻ്റെ നെറ്റി വരെ പൊട്ടി. പക്ഷേ എനിക്ക് വേദന എടുത്തില്ല. കാരണം ഈ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ സുമേഷ് ചേട്ടന് വേണ്ടിയിട്ടായതുകൊണ്ട് മാത്രം. ചേട്ടൻ കഴിച്ചോളൂ. ചേട്ടൻ കഴിച്ചിട്ട് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഇല്ല ചേട്ടാ, ഞാൻ ആ കറിയിൽ എരിവ് കൂട്ടിച്ചേർത്തിട്ടില്ല. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി വെച്ച് പോയപ്പോ അത് നല്ല ചിക്കൻ കറിയായിരുന്നു. ഞാൻ ചേട്ടനുള്ള കറിയിൽ എരിവ് ചേർക്കുന്ന ചേട്ടന് തോന്നുന്നുണ്ടോ? ചേട്ടൻ എന്നെ തല്ലിക്കോ കൊന്നോ ഒരു പ്രശ്നവും. പക്ഷെ ചേട്ടൻ ഉണ്ടാക്കി തന്ന ചിക്കൻ കറിയിൽ ഞാൻ എരിവ് കൂട്ടിച്ചേർത്തു എന്ന് മാത്രം ചേട്ടൻ പറയരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. സുമേഷ് ഏട്ടാ, അവിടെ നിൽക്കൂ. കരയിടി കര. ഇനി എത്ര പോരെ കരയും കിടക്കുന്ന ഈ കൊച്ചിന്. എങ്ങനെയുണ്ട് അച്ഛാമ്മന്റെ ബുദ്ധി? ഇതേപോലെ ഓരോ ദിവസവും നമ്മൾ ഇവിടെ കരയിപ്പിക്കണം. അങ്ങനെ കരയിപ്പിച്ച് ഇവിടെ നമുക്ക് വലിച്ചെറിയണം. എന്നിട്ട് നമുക്ക് നമ്മുടെ മീര ചേച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം എന്തായാലും ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ.